ഇതാ ഇങ്ങനെ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. മെഴുക്ക് വരട്ടി എന്നോ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി തയ്യാറാക്കാം. ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി മെഴുക്ക് വരട്ടിയാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അധികം ഭയങ്കര കനത്തിലരിയരുത്, കുറച്ച് നീളത്തിൽ അധികം കനമില്ലാതെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലൊരുപാട് മസാലകളൊന്നും ഇല്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് അതിട്ട് കൊടുക്കാം. ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇനി അതിനെ കൈകൊണ്ട് തന്നെ നന്നായി മാരിനേറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഈ ഫ്രൈക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനെ അങ്ങോട്ട് അടച്ചൊരു 10 മിനിറ്റ് ആ മാരിനേറ്റ് ചെയ്ത് അതിലെല്ലാം പിടിക്കാൻ വെക്കാം. ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊന്നും വേണ്ട, ഒരാവശ്യവുമില്ല. ഇത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇത് വെറും തൈരും ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർ എരിവിട്ട് കൊടുത്തോളൂ. ഇനി അതിനെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതാ കുക്കായിട്ടുണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇനി ഇതിനെ തുറന്നിട്ട് നമ്മളതിനെ ഒന്ന് അവിടെ ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ സൈഡൊക്കെ നല്ലവണ്ണം ക്രിസ്പി ആവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് ഇത്. പക്ഷേ സിമ്പിളാണെങ്കിൽ പവർഫുള്ളാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.